ഗൈസ്, അപ്പം നമ്മൾ ഊട്ടുപാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോവാണ്. ഇത് വനത്തിനുള്ളിൽ ഒരു വലിയൊരു പാറയും പിന്നെ ആ പാറയുടെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പൊൻകുന്ന സൈഡ് ഒക്കെ കാണാം. ഇത് ചുങ്കപ്പാറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇത് നമ്മൾ അങ്ങോട്ട് പോകാൻ ഏകദേശം 1 കിലോമീറ്ററോളം നമുക്ക് ഉള്ളിലൂടെ നടക്കേണ്ടി വരും. ബൈക്കോ കാര്യങ്ങളോ ഒന്നും കയറി വരത്തില്ല, അവിടെ നിന്ന് ഒരു വണ്ടിയും കയറി വരത്തില്ല, ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. നമുക്കിനി അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ സ്ഥലമുള്ളത് ചുങ്കപ്പാറയ്ക്കടുത്താണ്. ഇവിടെ ചുങ്കപ്പാറ ചെന്ന് ആരോട് ചോദിച്ചാലും എല്ലാവരും പറഞ്ഞു തരും ഈ സ്ഥലം. പിന്നെ ഈ ചെറിയ ഈ ഇടവഴി മാത്രമേ ഉള്ളൂ നടന്നു പോകാൻ വേണ്ടി. പിന്നെ ഇവിടെ നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്, പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അതുപോലെ ഗോൾ പോസ്റ്റും അവർ പിള്ളേർ തന്നെ വെച്ചിട്ടുണ്ട് തോന്നുന്നു. നല്ലൊരു ഗോൾ പോസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ നിൽക്കുന്ന ടവർ വെക്കാൻ വേണ്ടി ഇവിടെ കുറേ കുറേ വനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വെട്ടിയിട്ടാണ് ഇവിടെ ടവർ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഈ ഒരു മരത്തിൻ്റെ, അതായത് ഈ വലിയായിട്ട് നിൽക്കുന്ന മരത്തിൻ്റെ വള്ളിയാണ്. വള്ളി കൊണ്ട് ഇതിനകത്ത് നിന്ന് ഒരു മരം, ഈ ഒരു മരം ഫുള്ള് ദ്രവിച്ച് പോയിട്ട് കണ്ടില്ലേ. അതായത് തുണിയൊക്കെ തയ്ക്കുന്ന രീതിയിലാണ് അതിൻ്റെ വള്ളി വന്നേക്കുന്നത്, തയ്ച്ചിട്ട പോലെ. അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഇതിനകത്തോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാനുള്ളത്. തളർന്നൊരു പരുവായി. ഇത്രയും നേരമായിട്ടും സ്ഥലം എത്തിയില്ല. ഇത് കണ്ടില്ലേ, നല്ലൊരു പുറത്ത് തന്നെ ഇതിനകത്തുനിന്ന് കയറി പോകാൻ തോന്നുന്നു. ഇവിടെ ഭയങ്കര ഗുഹയാണ്. അങ്ങ് വരെ മേള് വരെ ചെല്ലാൻ തോന്നുന്നു.
അപ്പോൾ ഗായ്സ്, ഇതാണ് ഊട്ടുപാറയുടെ മുകളിൽ നിന്നുള്ള ദൃശ്യം. ഇതാണ് ഇവിടെ നിന്ന് നമുക്ക് പൊൻകുന്നം ഭാഗമൊക്കെയാണ് ആ കാണുന്നതൊക്കെ. അപ്പോൾ ഗായ്സ്, നമ്മൾ വനത്തിൽ നിന്ന് നേരെ തിരിച്ചു പോവുകയാണ്. ഊട്ടുപാറയെല്ലാം നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. അതിനു മുമ്പേ വേറൊരു കാര്യം കൂടെ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക.